നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്കഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയും നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയും നീരുറവാ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിയിടും സ്തുതി ഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിയിടും സ്തുതി ഗീതങ്ങൾ. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കൂ. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയും നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയും നീരുറവാ. ജീവിത സാഗരെ കോരമലകൾ ആടിക്കാടി ഉയർന്നിടുമ്പോൾ, ജീവിത സാഗരെ കോരമലകൾ ആടിക്കാടി ഉയർന്നിടുമ്പോൾ, കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രഗീതം പാടുവിൻ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പീൻ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയും നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയും നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയും നീരുറവാ. നമ്മുടെ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. നീറിടുന്ന വേളകളിൽ നമുക്ക് വേണ്ടി ഒഴുക്കുന്ന ജീവജല നദി, ആശ്വാസത്തിന്റെ കരം അനുഭവിച്ച ദൈവമക്കൾ മഹത്വത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഉല്ലാസത്തോടെ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ. ഈ പാട്ടിന്റെ ചലനങ്ങൾ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ നടക്കുന്നതായ ഈ മീറ്റിംഗിൽ എന്നെ കാണാമോ? ടേൺ ചെയ്തു പോയേ, ഒന്ന് നേരെയാക്കണം പിക്ചർ നേരെ. ഇപ്പൊ കറക്റ്റ്. സോറി. ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ടതായ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങളുമായി ഒരുമിച്ച് ദൈവനം പങ്കിടുവാൻ ദൈവം തന്ന വലിയൊരു സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡി ഓഫ് ഹെർമോൻ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിയുടെ സൂം മീറ്റിംഗിൽ ദൈവനെ ശുശ്രൂഷിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവിദാസൻ പാസ്റ്റർ എബ്രഹാം അവറുകൾ ഒക്ലോമ, അതുപോലെ എന്റെ സ്നേഹിതൻ, ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്ന കർത്താവിദാസൻ ഡോക്ടർ സാം ചാക്കോ അവറുകൾ, അതുപോലെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ വർഷിപ്പ് ലീഡ് ചെയ്തതായ പ്രിയ മകൻ ഷൈജു, അതുപോലെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ആഗതരായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ആരംഭത്തിൽ പ്രയർ ലീഡ് ചെയ്തതായ കർത്താവിന്റെ ലീഡദാസി സിസ്റ്റർ ജോയ്മ വർഗീസ്, ഞങ്ങൾ വളരെ പ്രിയപ്പെട്ടവരാണ്. ഇന്ന് ഞങ്ങളുടെ കോളേജിന്റെ പ്രിൻസിപ്പള് ഡോക്ടർ രാജു തോമസ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എത്ര നേരം അദ്ദേഹത്തിന് ഇരിക്കാൻ ഒക്കെ എനിക്കറിയാം. കാരണം ലാസ്റ്റ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ പുള്ളി ക്ലാസ്സിന് പോയില്ലെങ്കിൽ ഞാൻ വഴക്ക് പറയുകയും ചെയ്യും. അപ്പോ എനിക്കറിയാം. അപ്പോ എന്നുള്ള സ്നേഹത്തിലാണ് താൻ ജോയിൻ ചെയ്തിരിക്കുന്നത്.
യു ക്യാൻ ഗോ ആഫ്റ്റർ ദിസ് മീറ്റിംഗ്. അതുപോലെ ഞങ്ങളുടെ സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ബെന്നി അവர்களுണ്ട്. അനേക ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുണ്ട്, എന്റെ ശിഷ്യന്മാരുണ്ട്, എന്റെ കൂടെ വേങ്ങൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മളുടെ കൂടെ ഉള്ളതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ വചനം ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ നന്നായ ഒരു ചിന്ത പങ്കിട്ട ശേഷം ദൈവന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാനിത് ഇങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അതായത് ഈ യേശുവിനെ പിടിക്കപ്പെട്ടതായ രാത്രിയിൽ ഈ മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. അപ്പൊ പീലാത്തോസിന്റെ കൽത്തളത്തിൽ യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ളതായ തീ കായുന്നതായ കുറച്ച് ആൾക്കാരെ കാണുവാനും കഴിയും. കുറച്ച് തീ കത്തിച്ച്, അത് കുളിരായതുകൊണ്ട് ചൂടാവുന്നതിന് വേണ്ടി പടയാളികളും വേലക്കാരും ബാല്യക്കാരത്തിലും എല്ലാവരുടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ആ സമയത്ത് യേശുവിന്റെ ശിഷ്യനായ പത്രോസും, ഏറ്റവും പ്രിയങ്കരനായ പത്രോസും അതിന്റെ കൂട്ടത്തിൽ പോയിരുന്ന തീ കാഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു വിഷയമുള്ളൂ, മറ്റുള്ളവർ തീ കായുന്നവരല്ല. ഈ ശ്രേഷ്ഠനായ ദൈവദാസൻ, യേശുവിന്റെ ശിഷ്യനായ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ദൈവദാസൻ ഇപ്പോൾ നിരാശയിലാണ്, ശുശ്രൂഷ നഷ്ടപ്പെട്ട രീതിയിലാണ്, വളരെ സങ്കടത്തിലാണ്, വളരെ പശ്ചാത്താപത്തിലാണ്, ശുശ്രൂഷയെല്ലാം തീർന്നെന്ന് അസ്തമിക്കുന്ന ചിന്തിക്കുന്ന മണ്ഡലത്തിലാണ്. അതുമാത്രമല്ല, യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു മണ്ഡലത്തിലാണ് ഈ ലോകം കത്തിച്ച തീ കാഞ്ഞുകൊണ്ടിരുന്ന പത്രോസ്. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ചുരുക്കം ചില മണിക്കൂറുകൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഗലീല കടലിന്റെ കരയിൽ ആ പൻസാര മണലിൽ എന്റെ യേശു ഒരു തീ കത്തിച്ചു. ആ തീയുടെ സമീപത്ത് വന്ന പത്രോസ് നിരാശയോടല്ല, പശ്ചാത്താപത്തോടല്ല, ശുശ്രൂഷ നഷ്ടപ്പെട്ടവനല്ല, യേശുവിനെ സ്നേഹിക്കുന്നവനായി, റെസ്റ്റോർ ചെയ്യപ്പെട്ടവനായി, ശുശ്രൂഷ മടക്കി ലഭിക്കുന്നവനായി, യേശുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവനായി, തന്റെ ദൗത്യത്തെ കുറിച്ചുള്ളതായ വെളിപ്പാടുകൾ ദൈവം നൽകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് ദൈവം യേശു കത്തിച്ച തീയിന്റെ സമീപത്ത് വന്നത്. ഇന്ന് രാത്രികാലം യേശുവിന്റെ ആ വാംനെസ്സിലേക്ക്, ആ പരിശുദ്ധാത്മാവിന്റെ താൻ കത്തിക്കുന്ന ആ അഗ്നിയിലേക്ക് നമ്മൾ മടങ്ങി വരുന്നുവെങ്കിൽ ഈ ലോകം കത്തിക്കുന്ന തീയുടെ സമീപത്തിരിക്കുന്ന പോലെ പിന്മാറിപ്പോകുകയല്ല, ദൈവസ്നേഹം കുറഞ്ഞു പോകുകയല്ല, ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോകുകയല്ല, ശുശ്രൂഷയിൽ റെസ്റ്റോർ ചെയ്ത് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ, ദൗത്യങ്ങൾ ഫലമേൽപ്പിക്കപ്പെടുവാൻ, തന്റെ ഭാവിയെ കുറിച്ചുള്ള ആലോചനകൾ കേട്ടത് ഈ തീയുടെ സമീപത്താണ്. ഇന്ന് രാവിലെ രാത്രികാലം അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കുന്നു. Proverbs chapter 4 verse 26. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 26-ാം വാക്യം. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികൾ എല്ലാം സ്ഥിരമായിരിക്കട്ടെ. Proverbs chapter 4 verse 26. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിന്റെ വഴികൾ എല്ലാം സ്ഥിരമായിരിക്കട്ടെ. King James Version പറയുന്നത് ponder the paths of thy feet and let all thy ways be established. RSV ഇപ്രകാരം പറയുന്നു, make level paths for your feet and take only ways that are firm. അതിനകത്ത് ലാസ്റ്റിലെ ആ ഒരു പദമാണ് ഇന്ന് രാത്രികാലം വിചിന്തനത്തിന് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇംഗ്ലീഷിലാണ് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ്, ഫേം, സ്റ്റഡി, എൻഡ്യൂറൻസ്, പെർസിവിയറൻസ് എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. സ്ഥിരത, സ്ഥിരത. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് സ്ഥിരത, സ്ഥിരത, സ്ഥിരത. ഏതൊരു കാര്യത്തിനും ഭൂമിയിൽ മുന്നേറണമെങ്കിൽ സ്ഥിരത വേണം. സ്ഥിരത എന്തുവാ സ്ഥിരത എന്ന് പറഞ്ഞാൽ? ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നേരിട്ടാലും അതിനെ തരണം ചെയ്ത് മുന്നേറുന്നതാണ് സ്ഥിരത എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ടല്ല, എല്ലാം ഫേവറായിട്ടല്ല, എല്ലാം നന്നായിരിക്കുന്നത് കൊണ്ടല്ല,
എന്നാലും അതിന്റെ മധ്യത്തിലും മുന്നേറുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയത്തുള്ളൂ. അതാണ് സ്ഥിരതയോടെ മുന്നേറേണ്ടത്. അപ്പോൾ ഇന്ന് രാത്രി കാലത്തെ ചിന്ത സ്ഥിരത, steadfastness, perseverance, endurance, establish, fame, steady. അതാണ് ഇന്ന് രാത്രി കാലത്തെ ചിന്താ വിഷയം. ഏതൊരു കാര്യത്തിനും പെർസിവിയറൻസ്, അതായത് സ്ഥിരത, മുന്നേറണമെങ്കിൽ സ്ഥിരത വേണം. വിദ്യാഭ്യാസത്തിൽ ചില ആളുകൾ, നമുക്കറിയാം, അമേരിക്കയിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാം, കുറച്ചു നാളത്തേക്ക് മെഡിസിന് പോകും, പിന്നെ കുറച്ചാൾ നഴ്സിംഗിന് പോകും, കുറച്ചാൾ പിന്നെ IT-ക്ക് പോകും, പിന്നെ വേറെ കുറച്ചാള് വേറെ സാധനത്തിന് പോകും. സ്ഥിരതയില്ല, അവസാനം ഒന്നും എത്തിച്ചേരത്തില്ല. 15 വർഷം കഴിഞ്ഞ് മോനെ എന്തോ പഠിക്കുന്നത് വെച്ചാൽ സ്റ്റിൽ തിങ്കിങ് ഓഫ് ഇറ്റ്. ബിസിനസ്സിൽ മുന്നേറണമെങ്കിൽ സ്ഥിരത വേണം. സ്ഥിരത വേണം. പഠിത്തത്തിൽ മുന്നേറണമെങ്കിൽ, ജോലിയിൽ മുന്നേറണമെങ്കിൽ, ഈ ലോകത്തിലെ ഏതെങ്കിലും അച്ചീവ്മെന്റ് ജീവിതത്തിൽ വരിച്ചിട്ടുള്ളവരെല്ലാം സ്ഥിരതയോടെ മുന്നേറിയവർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് ചിന്തിപ്പാനുള്ളത് ആത്മീയ മുന്നേറ്റത്തിൽ സ്ഥിരത അത്യന്താപേക്ഷിതമാണ്. സ്ഥിരത ഇത് എവിടെയാണ് ഉണ്ടാകേണ്ടത്? ഇത് നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. സോളമൻ പറയുക, ശലോമൻ പറയുക, നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. സ്ഥിരത ഒന്നാമത് ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്നാണ് സ്ഥിരത വ്യാപരിക്കേണ്ടത്. എല്ലാത്തിനും ഉറവിടം ഹൃദയമാണല്ലോ. അതിന് ഉദാഹരണമായിട്ട് 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. സങ്കീർത്തനങ്ങൾ 51-10 വാക്യം, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. 78 സങ്കീർത്തനം 8 വാക്യം, തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവും ഉള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. ഹൃദയത്തെ സ്ഥിരമാക്കാതെ. 78 സങ്കീർത്തനം തന്നെ 37 വാക്യം, അവിടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല, അവന്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. ലൂക്കോസ് 2:19-51 വാക്യങ്ങളെല്ലാം നമുക്ക് കാണുവാൻ അറിയാം. മറിയ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ? ഹൃദയത്തിലാണ് തീരുമാനമെടുക്കുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇപ്പൊ എല്ലാറ്റിന്റെ ഉറവിടം നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിലെ ഡിറ്റർമിനേഷനെ ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല. തലച്ചോറ് ഇവിടുന്ന് ചിന്ത കൊണ്ടോ വാ കൊണ്ട് പറയുന്നതോ ഒന്നുമല്ല ഉറച്ചു നിൽക്കാൻ കഴിയുന്ന. നല്ല ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാവുന്ന വാക്യമായി എടുത്ത് വായിക്കൊന്നും വേണ്ട, ജസ്റ്റ് പറയുമ്പോൾ മനസ്സിലാവും. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം അവിടെ ഇരിക്കുന്നത്, രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവിന്റെ മേശയിലെ പാനീയം കൊണ്ടും തങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ലെന്ന് അവർ ഹൃദയത്തിൽ നിശ്ചയിച്ചു. They determine in their heart that they will not defile themselves with the food and with the drink of the king. ഹൃദയത്തിൽ എടുക്കുന്ന തീരുമാനത്തെ ആർക്കും ഒരിക്കലും മാറ്റുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം സ്ഥിരത ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ആണ്. ഏതെല്ലാം കാര്യങ്ങളിൽ സ്ഥിരത വേണം എന്നുള്ള കാര്യമാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഏതെല്ലാം കാര്യം നോട്ട് ചെയ്യാം. ഏതെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് സ്ഥിരത വേണ്ടത്? 5 കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. വാക്യങ്ങൾ ഞാൻ തന്നെ പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കുക, അതുകൊണ്ട് സമയം ലാഭമുണ്ടല്ലോ. 5 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. എവിടെയാണ് സ്ഥിരത ആവശ്യമായിരിക്കും? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരത ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? ഒന്നാമത്തെ ചിന്ത, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ട് സന്തോഷിക്കും. അപ്പോൾ ഒന്നാമത് ചിന്തിക്കേണ്ടത് വിശ്വാസത്തിൽ സ്ഥിരത. എല്ലാം വ്യാഖ്യാനിക്കാനും എല്ലാം എലാബറേറ്റ് ചെയ്യാനും നമുക്ക് സമയമില്ലല്ലോ. വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർത്തണം. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ പെട്ടെന്ന് പറയണം. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചോ, ധ്യാനിച്ചോ, പഠിച്ചോ. എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് സ്ഥിരത വേണ്ടത് എന്നാണ് ഒന്നാമത്തെ ചിന്ത. വിശ്വാസത്തിൽ സ്ഥിരത. That's the primary thing.
നേരത്തെ പറഞ്ഞ പോലെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ. അപ്പൊ വിശ്വാസമാണ് നമ്മുടെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഒന്ന് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ കാലാകാലങ്ങളിലായി നമുക്ക് ദൈവത്തെ വിശ്വസിപ്പാൻ കർത്താവ് ഇടയാക്കി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവ് ഇടയാക്കി. നമ്മുടെ പേര് വിശ്വാസികളെന്നാ, പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം നേരിടാറുണ്ട്. വിശ്വാസം ദൈവത്തിന്റെ വചനത്തിലെ വാക്യങ്ങൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസമെന്നോ ആശിക്കുന്നതോടൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. കണ്ടിട്ട് വിശ്വസിക്കുന്നതല്ല, കാണാതെ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ മുന്നേറണമെങ്കിൽ, സ്ഥിരതയോടെ മുന്നേറണമെങ്കിൽ ഇന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്ക്. ശിഷ്യന്മാർ യേശുവിന്റെ ഒക്കെ പറഞ്ഞതുപോലെ, യേശുവെ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. ഇൻക്രീസ് അവർ ഫെയ്ത്ത് ഓ ലോർഡ്. ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. യേശുവിനെ അനുഗമിച്ചതായ ആളുകളെ ഒന്നും യേശു ഒരിക്കലും ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് ലിറ്റിൽ ഫെയ്ത്ത് ലിറ്റിൽ ഫെയ്ത്ത്. പക്ഷെ ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത രണ്ടുപേര് വന്നു. ഒന്ന് ശതാധിപനാ. ശതാധിപൻ പറഞ്ഞ എന്റെ ബാല്യക്കാരന് സുഖമില്ല, ശിഷ്യന്മാരാവെന്ന് പറഞ്ഞത്. യേശു വീട്ടിലോട്ട് പോകാൻ നേരം ഈ ശതാധിപൻ പറയുക, നീ എന്റെ വീട്ടിൽ വിറയ്ക്കാവുന്ന ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. യേശു എന്നെ പറയാ, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ലാത്ത, ജീവിതത്തിൽ ആദ്യം മാത്രം കൺഫ്രണ്ട് ചെയ്യുന്നതായ ഒരു മനുഷ്യനൊക്കെ പറയുക, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. 3.5 വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാരെ വിളിച്ചത് അല്പവിശ്വാസിയെ, അവിശ്വാസിയെ, പീരുക്കളെ. ഒരിക്കൽ കനാന്യ സ്ത്രീ വന്നു, യേശുവിന്റെ ഒക്കെ പറയുകയാണ്, എന്റെ മകൾ ഭൂതോദ്രവത്താൽ ഭാരപ്പെടുന്നു, സൗഖ്യമാക്കണം. നമുക്ക് അവരുടെ കോൺവെർസേഷൻ ഒന്നും വിശദീകരിക്കുന്നില്ല. യേശു മിണ്ടാതിരുന്നു. പിന്നെ പറയാ, നിനക്ക് വേണ്ടിയെല്ലാം വന്നത്. പിന്നെ അപ്പത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ അവസാനം നായ്ക്കുട്ടികളും അപ്പനുറുക്കുകൾ ഭക്ഷിക്കുന്ന പറഞ്ഞപ്പോൾ, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. 15, 20, 30, 40, 50 വർഷമായി വിശ്വാസ കുളത്തിലായിട്ട് ശുശ്രൂഷയിലായിരിക്കാം, വിശ്വാസ ജീവിതത്തിലായിരിക്കാം. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ അളന്ന് കുറിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മളെ കുറിച്ച് എന്തോ പറയും? നമ്മുടെ പേര് വിളിച്ചിട്ട്, ശതാധിപന്റെ പേര് വിളിച്ച്, കനാന്യസ്ത്രീയുടെ പേര് വിളിച്ചിട്ട്, നിന്റെ സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്, ഇസ്രായേൽ കൊടുത്ത വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കുറിച്ച് എന്ത് പറയും? അല്പവിശ്വാസിയാണോ, അവിശ്വാസിയാണോ, ഭീരുക്കളാണോ? ഇന്ന് രാത്രികാലം ചിന്തയും ദൈവത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവേ ഇൻക്രീസ് മൈ ഫെയ്ത്ത് ഓ ലോർഡ്. ഞാൻ വർഷങ്ങളായി വിശ്വാസത്താൽ മുന്നേറുവാനുള്ളതായ ഒരു സ്ഥിരമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ. സ്തോത്രം. പുതിയ നിയമത്തിലെ പൗലോസ് എഴുതുന്നതായ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. വിശ്വാസത്തിൽ സമ്പന്നരാകണം, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകണം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഇതൊക്കെയാണ് പൗലൂസ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രികാലം നമുക്ക് സ്വയം ശോധന ചെയ്യാം. കർത്താവെ വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നേറുവാൻ പൗലൂസ് പറഞ്ഞ ആ വാക്യം നമ്മൾ വായിക്കാൻ, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥമെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ, കർത്താവെ എനിക്ക് വിശ്വാസത്തിൽ ഒരു സ്ഥിരത വേണം. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഗ്രാഫ് വരയ്ക്കുമല്ലോ, ഏറ്റക്കുറച്ചിൽ അറിയാൻ വേണ്ടിയാ. മാർക്കറ്റിന്റെ, മണിയുടെ കാര്യം, മറ്റെന്തെല്ലാം കാര്യം ലോകത്തിലെ ഗ്രാഫ് വരയ്ക്കുന്ന നമുക്കറിയാം, ഏറ്റക്കുറച്ചിലുകൾ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഈ വിശ്വാസത്തിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ അങ്ങനെ ഇരിക്കും. രക്ഷിക്കപ്പെട്ട കാലത്ത് വിശ്വാസം മേളില് 85 ഡിഗ്രിയിൽ, പിന്നെ വർഷങ്ങൾ കഴിയുന്ന 65 ആയി, 55 ആയി, 45 ആയി. പിന്നെ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ജലബോഡിക്ക് അറ്റൻഡ് ചെയ്ത് പിന്നെ ആരോട് ഏറ്റുമുട്ടി, അപ്പൊ 0 ആയി. പിന്നെ കാത്തിരിപ്പയോഗം കൺവെൻഷനും വന്ന് പിന്നെ അത് 45 ആയി, 65 ആയി, മേലോട്ട് വന്നു. മേലോട്ട് താഴോട്ടും അങ്ങനെ സ്ഥിരതയോടെ മുന്നേറണം. നമുക്കറിയാം, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ മുയലും ആമയെ ഓടിയത്. ആരാ ജയിച്ച്? ഫാസ്റ്റായിട്ട് ഓടുന്നത് മുയലാ, പക്ഷെ ജയിച്ചത് ആരാ? ആമയാ. എന്തോ കാര്യം? സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, എൻഡ്യൂറൻസ്, സ്ഥിരത. വല്ലപ്പോഴും ഓടിയതുള്ളൂ മുയല്. ആമ സ്ഥിരതയോടെ, ചെറുകയാണെങ്കിൽ സ്ഥിരതയോടെ മുന്നേറി. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം, ദൈവമേ സ്ഥിരതയോടെ മുന്നേറുവാൻ, വിശ്വാസത്തിൽ മുന്നേറുവാൻ, എനിക്ക് സ്ഥിരതയിൽ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ
എനിക്ക് കൃപ നൽകണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആകെ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. 1 പത്രോസ് 5:9 ഞാൻ വായിച്ചത്. 1 പത്രോസ് 5:9 ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. ആരോടാ? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അപ്പോൾ ഇന്ന് രാത്രി കാലം ഈ ശുശ്രൂഷയിൽ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഈ സൂം മീറ്റിംഗ് നടത്തുന്നത്? എന്തിനു വേണ്ടിയാ കൺവെൻഷൻ നടത്തുന്നത്? എന്തിനു വേണ്ടിയാ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ നടത്തുന്നത്? ഒരൊറ്റ അത്യന്താപേക്ഷിതമായ ഒരൊറ്റ ഗോളേ ഉള്ളൂ. വിശ്വാസികളും ദൈവമക്കളും നമ്മളെല്ലാവരും സ്ഥിരതയോടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറണം, അക്കരെ നാട്ടിലെത്തിച്ചേരണം. അതാണ് സ്ഥിരത. അപ്പോൾ ഒന്നാമത്തെ ചിന്ത വിശ്വാസത്തിൽ സ്ഥിരത. രണ്ടാമത്തെ ചിന്ത എബ്രായ ലേഖനം 12-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയാവുന്ന വാക്യമാണ്. ആകയാൽ നാമും സാക്ഷികളെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടുക. ഓട്ടത്തിൽ സ്ഥിരത. ഓട്ടത്തിൽ സ്ഥിരത. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കളത്തിലായിരിക്കുകയാണ് നമ്മൾ. ക്രിസ്ത്യൻ വാക്ക്, ക്രിസ്ത്യൻ റേസ് എന്നൊക്കെ നമ്മൾ പറയും. നമുക്കറിയാം അത് വല്ലപ്പോഴും നടക്കേണ്ട കേസല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റന്റ്. ഇടവിടാതെ. ഏറ്റവും നല്ല ഉദാഹരണം നമുക്കറിയാവുന്നത് ബൈബിളിലെ ആദ്യത്തെ ആളുകൾ നമുക്ക് ഹാനോക്കിനെ കുറിച്ച് അറിയാം. ഹാനോക്കിന് 65 വയസ്സുള്ളപ്പോൾ അവൻ ദൈവത്തോടെ കൂടെ നടക്കുവാൻ തീരുമാനിച്ചു. എന്നാ എത്ര നാൾ നടന്നു? 300 വർഷങ്ങൾ നടന്നു. 300 years. Constantly he walked with God for 300 years. 300 വർഷം അവൻ തുടർമാനമായി എല്ലാ ദിവസവും എല്ലാ നാളും ദൈവത്തോടെ കൂടെ നടന്നു. നമുക്കുള്ളത് 30 വർഷത്തിന്റെ വിഷമം നമുക്കേ അറിയത്തുള്ളൂ. 3 വർഷം തന്നെ ഒപ്പിക്കാൻ എന്ത് പാടാ. 300 വർഷമെന്ന് ഒരു മനുഷ്യൻ ദൈവത്തോടെ കൂടെ നടന്നു. ക്രിസ്ത്യൻ റേസ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാ, പക്ഷെ ബിരുദ പ്രാപിക്കുന്നതിന് ഏകവനാ എന്ന് ലോകത്തിലെ ഓട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യൻ റേസിന്റെ ഒരു മർമ്മം കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഓട്ടം മത്സര ഓട്ടമല്ല. നമുക്ക് വെച്ചിരുന്ന മുമ്പിൽ ഓട്ടം സ്ഥിരത ഓടി ഫിനിഷ് ആക്കിയാൽ മതി. അതുകൊണ്ട് ഓട്ടക്കളത്തിൽ ഓടുന്നതിന് ആരെയും മത്സരിച്ചൊന്നും ഓടണ്ട, ആരെയും തള്ളിയിടാൻ നോക്കണ്ട, ആരെയും തട്ടിയിടരുത്. കാരണം എല്ലാവർക്കും സമ്മാനമുണ്ട്. എല്ലാവരും റേസിൽ ഒരു വെച്ചിരിക്കുന്ന ഗോളിൽ നിന്ന് മറ്റേ ഗോളിൽ എത്തിയാൽ മതി. അതാണ് പ്രത്യേകത. അതാ ക്രിസ്ത്യൻ വാക്കിന്റെ പ്രത്യേകത. അത് പക്ഷേ സ്ഥിരതയോടെ ഓടണം. അതായത് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് 12:1 ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടുക. ഓട്ടം മാത്രമല്ല, ചിലപ്പോൾ നടക്കേണ്ടി വരും. ക്ഷീണിക്കുന്നത് നടക്കും. പക്ഷെ ആ നടപ്പ് സ്ഥിരതയോടെ ആയിരിക്കണം. സങ്കീർത്തനങ്ങൾ 119:5 നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സങ്കീർത്തനം 119:5. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ രണ്ടാമത് ഉണ്ടായിരിക്കേണ്ടതായ ഒരു സ്ഥിരമായ ഒരു കാര്യമായിരിക്കണം ഓട്ടം. ഓട്ടത്തിൽ സ്ഥിരത. ഒന്നാമത്തെ ചിന്ത ഞാൻ പറയുന്നത് വിശദീകരിക്കുന്ന വാക്യങ്ങൾക്ക് ധാരാളം എടുത്ത് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായ കാര്യമാണെങ്കിലും നമുക്ക് ഈ പറയേണ്ട കാര്യം പറയേണ്ടതുകൊണ്ട് പെട്ടെന്ന് മുമ്പോട്ട് പോകാം. നമ്മുടെ വിഷയം സ്ഥിരത, ക്രിസ്തീയ സ്ഥിരത. അതിൽ ഒന്നാമത് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. 2 ഓട്ടത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. മൂന്നാമത് കൊലോസ് ലേഖനം 1-ാം വാക്യത്തിന്റെ 2ാം ഭാഗം. കൊലോസ് ലേഖനം, Colossians chapter 1:23, the B part. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരത ഉള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവർ സ്ഥിരത ഉള്ളവരുമായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കും. പ്രത്യാശയിൽ സ്ഥിരത. പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. ഇന്ന് കർത്താവിന്റെ ദാസി പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഞങ്ങളുടെ അച്ഛനൊരു സഹോദരൻ കർത്താവിന്റെ സ്ഥലം ചേർക്കപ്പെട്ടു എന്ന്. നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി സ്തോത്രം. പൗലൂസ് പറയുകയാണ്, നമ്മൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചാൽ നമ്മൾ ശേഷം മനുഷ്യരെക്കാൾ
ഒട്ടും ബെറ്റർ അല്ല, നമ്മളെ ശേഷം മനുഷ്യരെ പോലെ. പക്ഷെ നമുക്ക് അതിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശ എന്തെന്ന് ചോദിച്ചാൽ, there's a blessed hope of Christ returning. കർത്താവിന്റെ മടങ്ങി വരവ് എന്ന് കേൾക്കുമ്പോൾ ദൈവമക്കൾ ആദ്യ ഇളകിയല്ല, ആവേശം കൊള്ളണം. ആവേശമുണ്ടോ? ഇരിക്കുന്ന ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്കറിയാം ആവേശമുണ്ടോന്ന്. ഞാനിവിടെ ആവേശത്തോടാ പ്രസംഗിക്കുന്നത്. കർത്താവിന്റെ മടങ്ങി വരുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ആവേശം ഉണ്ടാവണം. ആവേശം വല്ലതും ഉണ്ടോ? അതോ ആദ്യ ഇളകാന്നു? പ്രത്യാശ, നമ്മുടെ പ്രത്യാശ, നമ്മുടെ രക്ഷാകരൻ, നമ്മുടെ കർത്താവ് മടങ്ങി വരും. ആഹാരിൽ നമ്മളെ ചേർക്കുവാൻ വേണ്ടി എത്രയും വേഗം മടങ്ങി വരും എന്നുള്ളതായ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളങ്ങളെ ദൈവം നിറച്ചിരിക്കുന്നത്. ആ പ്രത്യാശയില്ലെങ്കിൽ നമ്മള് ശേഷം മനുഷ്യരെ പോലെ ആയിപ്പോവും. എന്താണ് മരണത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യാശ? നമ്മുടെ പ്രിയപ്പെട്ടവരെ യാത്ര അയക്കുമ്പോൾ, ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്നേഹിതരെ യാത്ര അയക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശ എന്ന് ചോദിച്ചാൽ, നമ്മൾ അവരെ കാണും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നമ്മൾ രൂപാന്തരപ്പെട്ട് അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. അതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷെ പ്രത്യാശയിൽ നിന്ന് ഇളകിപ്പോകരുത്. You should be established in the hope. ആ പ്രത്യാശയിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം. കുറച്ചുനാൾ നോക്കിയിരുന്നു, അതിനുശേഷം ഉറങ്ങാൻ ശ്രമിച്ചു. അത് ആ സ്ഥിരതയില്ലാത്തത് നമുക്കറിയാമല്ലോ. ഈ 10 കന്യകമാരുടെ കാര്യം, അവർ കാത്തിരിക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കുറച്ചു കഴിഞ്ഞ് അവർ ടയേർഡായി, കുറച്ചു നേരം ഓടി, കുറച്ചു നേരം കാത്തിരുന്നു, പിന്നെ ക്ഷീണവും മയക്കമായി. ക്രിസ്തീയ ജീവിതത്തിൽ ഉറങ്ങിയും മയങ്ങിയും ക്ഷീണിച്ച് നമുക്ക് മുന്നേറാൻ കഴിയത്തില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ശാരീരികമായ ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ദൈവത്തിന് മാത്രം നമ്മൾ വായിക്കുന്ന പോലെ ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. കാത്തുകാത്തേകനായി നിൻവരം ഓർത്തു ഞാൻ. വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഷുവർ ഫൗണ്ടേഷൻ ആണ് പ്രത്യാശ. പ്രത്യാശയുടെ നങ്കൂരം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന വിലയേറിയ പ്രത്യാശ. ഇന്ന് രാത്രികാലം ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ ആ പ്രത്യാശ കൊണ്ട് ദൈവം നിറച്ചിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രത്യാശയിൽ സ്ഥിരത ഉള്ളവരായി മുന്നേറണം. അടുത്തൊരു കാര്യമാണ് 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 7-ാം വാക്യം. 1 Chronicles chapter 28 verse 7. അവർ ഇന്ന് ചെയ്യുന്നത് പോലെ എന്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്ക് സ്ഥിരമാക്കും എന്നരുളി ചെയ്തിരിക്കുന്നു. എന്താ മനസ്സിലായി? 1 Chronicles chapter 28 verse 7. അവൻ ഇന്ന് ചെയ്യുന്നത് പോലെ എന്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്ക് സ്ഥിരമാക്കും എന്നരുളി ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വചനത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കണം, ഉപദേശത്തിൽ സ്ഥിരത. ഇന്ന് രാവിലെ പാസ്റ്റർ ബിൽസംബർക്ക് ഞങ്ങളെ പ്രസംഗിച്ചത് ഈ ദൈവത്തെ കുറിച്ചൊക്കെയാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. ബി റൂട്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിൽ. ദൈവം ദാവീദിനോട് പറഞ്ഞ കാര്യം ദാവീദ് അവിടുത്തെ പ്രഭുക്കന്മാരോടും ആളുകളോടും പറയുന്ന ഒരു കാര്യമായി പറഞ്ഞത്. ദൈവം എന്തൊക്കെ പറഞ്ഞു? ദൈവത്തിനോട് ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവം പറഞ്ഞ പോലെ നീ പണിയത്തില്ല, നിന്റെ കടിപ്രസവം ഉത്ഭവിക്കുന്നതായി നിന്റെ മകൻ പണിയും എന്നൊക്കെ പറഞ്ഞ ശേഷം ദൈവം പറയുന്നൊരു കാര്യമാണ്, നിന്റെ മകൻ ശലോമോൻ ഉണ്ടല്ലോ, അവർ ഇന്ന് ചെയ്യുന്നത് പോലെ എന്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്ക് സ്ഥിരമാക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും ഉപദേശങ്ങളും ഒക്കെ അതിൽ നമ്മൾ സ്ഥിരത ഉള്ളവരായിരിക്കണം. പലവിധ ഉപദേശങ്ങൾ. നിന്നെ തന്നെയും നിന്റെ വചനത്തെയും സൂക്ഷിച്ചുകൊള്ളുക. അതാണ് പൗലോസ് തിമോഥെയോസിനൊക്കെ പറയുന്നത്. വചനം പ്രസംഗിക്കുക. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നമ്മൾ റൂട്ടഡ് ആയിരിക്കണം. വചനത്തെ കുറിച്ചൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ കയ്യിലിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുസ്തകം 1600 വർഷം കൊണ്ട് എഴുതപ്പെട്ട പുസ്തകം, 40 ആളുകൾ എഴുതിയ പുസ്തകം.
എങ്കിലും അതിൽ ഒറ്റ വാക്യം പോലും കോൺട്രഡിക്ഷൻ ഇല്ല. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട പുസ്തകം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകം, ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകം, അതിനൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയാ. ദൈവമേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ആ വചനത്തിൽ റൂട്ടഡ് ആയിരുന്ന ആൾ പതറിപ്പോകത്തില്ല. അതാണ് യേശു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. ഈ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യം. എന്തുവാ? ദൈവവചനം കേട്ട് അത് പ്രമാണിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുക. കേൾക്കുക മാത്രം പോരാ, പ്രമാണിക്കുന്നവൻ. ഈ വചനം നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ വചനം വായിക്കുന്നവരും കേൾക്കുന്നവരും അതനുസരിക്കുന്നവരും എല്ലാവരും ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മള് പതറിപ്പോകാതിരിക്കണമെങ്കിൽ ഷെയ്ക്കാപ്പ്, കാറ്റടിക്കും, വെള്ളം പൊങ്ങും, തിരമാലകൾ ആഞ്ഞടിക്കും, പക്ഷെ വീണ് പോകാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ റൂട്ടഡാ. നിങ്ങൾ അസ്ഥിരരാകരുത്, സ്ഥിരതയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് കോട്ടി മാറ്റി ഇഷ്ടാനുസരണം ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം നന്നായി പഠിക്കണം, ഗ്രഹിക്കണം, അത് ധ്യാനിക്കണം. ദൈവത്തിന്റെ വചനം അത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാ. നിന്റെ ചട്ടങ്ങൾ എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. വചനത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. വചനം ധ്യാനിക്കാറുണ്ടോ? പഠിക്കാറുണ്ടോ? അത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രം നമ്മള് ഭാഷന്മാര് വചനം വായിക്കത്തുള്ളൂ. Every day meditate the word of God. Meditate the word of God. ദൈവത്തിന്റെ വചനത്തെ കുറിച്ചൊക്കെ കമ്പയർ ചെയ്യുന്നത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ അറിയാം. ദൈവത്തിന്റെ വചനം വാളാണ്, ഇരുവായ്ത്തലുള്ള വാള്, പാറയെ തകർക്കുന്ന ചുറ്റിക, മായമില്ലാത്ത പാല്, കണ്ണാടി, നമ്മളെ ഉള്ളതുപോലെ കാണിക്കുന്ന കണ്ണാടി. നിന്റെ വചനം പാതയ്ക്ക് ദീപമാ, ദീപം, a light unto the path. ഈ വചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നു. വി ഷുഡ് ബി എക്സൈറ്റഡ്. ദൈവവചനം കേൾക്കുന്നതിന് എക്സൈറ്റ്മെന്റ് ഉണ്ടോ? നമ്മുടെ ചെറുപൊക്കെ കൺവെൻഷനൊക്കെ കൺട്രോളർക്ക് അറിയാം. ദൈവവചനോടെ കേൾക്കുന്ന സമയത്ത് എല്ലാവരും ആഘോഷിക്കും. നമുക്കെന്തോ ആഘോഷം എപ്പോഴാ? പന്തുകളി കാണുമ്പോഴോ, ഇവിടുത്തെ ലോകത്തിലെ എക്സൈറ്റ്മെന്റ് കാണുമ്പോഴോ. ദൈവത്തിന്റെ വചനം 119 സംഘത്തിൽ സെലിബ്രേറ്റ് ചെയ്യണം. നിന്റെ വചനത്തിൽ ഞാൻ രസിക്കുന്നു. നമ്മൾ ആളുകൾ ചിരിക്കത്തില്ല, ചിരിക്കുന്നവര് പാപമാണ് ചിരിക്കുക. അതുകൊണ്ടാണ് തോന്നുന്നത്, എനിക്കറിയാൻ വയ്യ. ദൈവത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാം മൂടിക്കെട്ടിരിക്കുക. നമ്മൾ ചിന്തിക്കുന്ന പലപ്പോഴും ഈ മുഖമൊക്കെ നമ്മൾ ആനമായി മൂടിക്കെട്ടിയിരിക്കുന്ന ആത്മീയത്തിന്റെ ലക്ഷണത്തിൽ ഒന്നൊന്നാ ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനൊന്നുമല്ല. നിന്റെ വചനത്തിൽ ഞാൻ രസിക്കുന്നു. We celebrate the word of God. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ദൈവനെ കേൾക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോഴൊക്കെ ഭയങ്കര ആവേശമായിരിക്കും. ആ വചനത്തിൽ നിങ്ങൾ സ്ഥിരത ഉള്ളവരായിരിക്കണം. ഒരു ചിന്തയുടെ പറയട്ടെ. ഞാൻ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ സ്ഥിരത, പ്രാർത്ഥനയിൽ സ്ഥിരത. എന്നോട് വായിച്ചു കേൾപ്പിക്കാം. നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പൂർണ്ണ സ്ഥിരത, പ്രാർത്ഥനയിൽ സ്ഥിരത. എൻഡുറൻസ് ഇൻ പ്രയർ. പ്രാർത്ഥന ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലമാണ്. പ്രാർത്ഥന. പ്രാർത്ഥന ഈ നാളുകളിൽ നമുക്ക് ധാരാളം പ്രയർ ലൈൻ ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് ടൈമിലാണ് ഇത് കൂടുതൽ ആരംഭിച്ചത്. ദൈവമക്കൾക്ക് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്ത് പ്രാർത്ഥിപ്പാൻ ദൈവം അനുഗ്രഹിക്കപ്പെട്ട അവസരമാണ് ദൈവം തരുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രാർത്ഥന നമ്മൾ ഒരു ചടങ്ങ് പ്രോഗ്രാമായിട്ട് മാറ്റരുത്. അതാണ് പ്രാർത്ഥനയിൽ പോരാടണം. പ്രാർത്ഥനയിൽ പോരാടണം. ഇതൊരു പോരാട്ടമാണ്.
പോരാട്ടം എന്ന് പറയുന്നത് ചുമ്മാ അങ്ങനെ കൈ കെട്ടി ഇങ്ങനെ നോക്കിയിരുന്നിട്ട് തോമാച്ചൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നവരെ തന്നെ ഒരു ചടങ്ങ് പ്രാർത്ഥന, അതൊന്നും അല്ല പോരാട്ട പ്രാർത്ഥന. യുദ്ധക്കളത്തിൽ പോരാടുന്ന ആളുകളെ കണ്ടറിയാം. അവരുടെ വായ്ക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്, അവരുടെ കൈകൾക്ക് ഒരു ആംഗ്യമുണ്ട്, ബോഡി ലാംഗ്വേജ് ഉണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടേ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരെയും പാസ്റ്റർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കണ്ടറിയാം. ആ പ്രാർത്ഥനയിൽ സ്ഥിരത വേണം. ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. തനിക്കെതിരെ രേഖ എഴുതിയെന്ന് അറിഞ്ഞിട്ടും താൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ചെയ്തു വരുന്നത് പോലെ, പതിവായി ചെയ്യുന്നത് പോലെ താൻ പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പുള്ളി രേഖ എഴുതിയെന്ന് പറഞ്ഞ ഓടിപ്പോയി പെട്ടെന്ന് നില വിളിച്ച് പ്രാർത്ഥിച്ചെന്നല്ല. അവിടെ പരിശുദ്ധാത്മാ വാക്യം പ്രത്യേകം എഴുതിയിരിക്കുക. എന്തുവാ? താൻ പതിവായി ചെയ്തു വരുന്നത് പോലെ. അങ്ങനെ പതിവ് പ്രാർത്ഥന ഉണ്ടോ? ഡു യു ഹാവ് എ പ്രയർ ലൈഫ്? യേശുവുമായി കൂട്ടിമുട്ടുന്ന, കൺഫ്രണ്ട് ചെയ്യുന്നതായ, സംസാരിക്കുന്ന, ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതായ ഒരു ടൈം ഉണ്ടോ? Is there a place you meet Jesus? Is there a place in your life to see Jesus and talk to him? ഒരു പ്രാർത്ഥനാ സ്ഥലമുണ്ടോ? ഒരു പ്രാർത്ഥനാ സമയമുണ്ടോ? അങ്ങനെ സ്വഭാവമുണ്ടോ? പൂർണ്ണ സ്ഥിരത, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത. എന്റെ വൈഫ് ഒരു പ്രേലാന ആരംഭിച്ച്, അപ്പൊ ഗോഡ് സമയത്തൊന്നും അല്ല, 16 വർഷമായി. 16 വർഷം. എന്റെ ടൈം കിട്ടാൻ നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നും. രാവിലെ 4 മണിക്ക്, 4:30, 4:30. രാവിലെ 4:30 മുതൽ 6:30 വരെ കഴിഞ്ഞ 16 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ ജോലിക്ക് പോകണം. ജോലിക്ക് പോകുന്ന സമയത്ത് 4 മണിക്ക് എഴുന്നേറ്റ് ക്രമീകരണങ്ങൾ ചെയ്ത് 4:30 മുതൽ 6:30 മണി വരെ പ്രാർത്ഥനയിൽ പോരാടി, അമേരിക്കയിലെ പല പട്ടണങ്ങളും ദൈവമക്കൾ കയറി പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. പക്ഷെ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ ദിവസം മുടക്കാതെ കഴിഞ്ഞ 16 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. 16 വർഷമായിട്ട് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുക. അതാ പ്രാർത്ഥനയിൽ സ്ഥിരത എന്ന് പറയുന്നത്. സ്ഥിരത, എൻഡ്യൂറൻസ് ഇൻ പ്രയർ ലൈഫ്. ഞാൻ ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞില്ല. നമ്മൾക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് സ്ഥിരത വേണ്ടിയെന്ന് പറഞ്ഞത്. 1, വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കണം. 2, ഓട്ടത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കണം. 3, പ്രത്യാശയിൽ സ്ഥിരത ഉണ്ടായിരിക്കണം. 4, വചനത്തിൽ അല്ലെങ്കിൽ ഉപദേശത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കണം. 5, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം. 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുക. നീ വിളിച്ചാലും വിളിച്ചില്ല, അതുകൊണ്ട് സാരമില്ല. ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മള്, എങ്ങനെയാ നമുക്ക് ഈ സ്ഥിരത കിട്ടുന്നതെന്നും കൂടെ ഒന്ന് ചിന്തിച്ചില്ല. അത് മോശമാണ്. എങ്ങനെ കിട്ടും? ഇത് കടയിൽ അയ്യാൻ കിട്ടും, അതിൽ വേറെ കുഴപ്പം. എങ്ങനെ ഈ സ്ഥിരത കിട്ടുന്ന എൻഡ്യൂറൻസ് നമുക്ക് എങ്ങനെ കിട്ടും? അതുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് മാത്രം, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വായിച്ച് കേൾപ്പിച്ചിട്ട് പറയാം. നമുക്ക് സ്ഥിരത എങ്ങനെ ലഭിക്കും? ഔട്ട്ലൈൻ മാത്രം പറഞ്ഞേക്കാം, വാക്യങ്ങൾ വായിച്ചു തരാം. റോമാലേഖനം 15-ാം അധ്യായം 6-ാം വാക്യം. റോമർ 15:6. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ദൈവത്താൽ ഉളവാകുന്ന സ്ഥിരത എന്ന് പറഞ്ഞാൽ, സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ, സ്ഥിരതയും ആശ്വാസം നൽകുന്നത് ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയും ആശ്വാസം നൽകുന്ന വ്യക്തി ദൈവമാണ്. ദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ടാണ്, ദൈവത്തിലുള്ളതായ അഭേദ്യമായ ബന്ധത്തിലാണ് നമുക്ക് സ്ഥിരത ലഭിക്കുന്നത്. നമുക്ക് സ്ഥിരത കിട്ടാൻ ജോൺസൺ ഡാനിയലിനോ, പ്രയർ ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ഏബ്രഹാമിനോ, ഡോക്ടർ സാം ചാക്കോയ്ക്കോ, പാസ്റ്റർ ബിൽസൺ ബർക്കിക്കോ, ഒരു പ്രാസിംഗനോ, ഒരു സഭാ ലീഡറിനോ കഴിയത്തില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നേറണമെങ്കിൽ വിശ്വാസത്തിൽ, ഓട്ടത്തിൽ, പ്രത്യാശയിൽ, വചനത്തിൽ, പ്രാർത്ഥനയിലൊക്കെ മുന്നേറണമെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ളതായ ആശ്രയമാണ് അത് നമുക്ക് മുന്നേറുവാൻ കൃപ തരുന്നത്. ദൈവം നമുക്ക് സ്ഥിരത നൽകും. രണ്ടാമത്തെ ചിന്ത, റോമാലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന് പൗലോസ് വാഞ്ചിക്കുക. ദീർഘമായ വാക്യം മൊത്തം വായിക്കുന്നില്ല. നമുക്ക് വേണ്ടതായ ആ പദം അവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. റോമാലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും എന്ന് പറഞ്ഞാൽ ആത്മീയ വരത്താൽ ഉളവാകുന്ന സ്ഥിരത.
എന്തിനാ ദൈവസഭയ്ക്ക് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിന്റെ കൃപാവരങ്ങൾ ദൈവം തന്നതിന് വേണ്ടിയാ? സോറി ടു സേ, ആർക്കെങ്കിലും മാത്രം കുറച്ച് പേർക്ക് ഉപയോഗിച്ച് ഒരു ആദായ മാർഗം ഉണ്ടാക്കാൻ വേണ്ടിയാണോ? നോ 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 നോ. ദൈവത്തിന്റെ ഈ വരങ്ങൾ, കൃപാവരങ്ങൾ ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം, പരിജ്ഞാനം, വിശ്വാസം, വിവേചനം, ഇന്റർപ്രിട്ടേഷൻ, അത്ഭുതത്തിന്റെ ഒക്കെ ആ വരങ്ങൾ ദൈവം തന്നിരിക്കുന്നത് നമ്മളെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ സ്ഥിരപ്പെടുത്താനാണ്. To be rooted for the perseverance of the Christian life, he has given the gift of God, gift of the Holy Spirit. ഉണ്ടോ? കൃപാവരങ്ങളുണ്ടോ? പണ്ടൊക്കെ ഞാനൊരു പെന്തിക്കോസ്ത് ജനിച്ചു വന്നൊരു പാസ്റ്ററുടെ മോനാ, ഒരു ഉപദേശിയുടെ മോനാ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പിടിയരുടെ പ്രൊഡക്റ്റ് അത് മുഴുവൻ പിടിയേരിയ. നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പിടിയെന്ന് പറഞ്ഞാൽ എന്തോന്ന് പോലും അറിയാമില്ല. എന്റെ കുട്ടിക്കാലത്തെ സഭകളിലൊക്കെ 10, 20, 30 പേരേ ഉള്ളൂ. ഓല മേഞ്ഞ ചർച്ചകളാ, ചാണകം തളിച്ച സ്ഥലമാ, കീറിയ പുൽപ്പായ. പക്ഷെ അതിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ ആത്മീയ കൃപാവരങ്ങൾ ജ്വലിക്കുന്നത് കണ്ടാൽ അതുപോലൊരു അനുഭവം നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ ആരാധിക്കുന്നു. ഒരമ്മച്ചി അവിടെ അന്യഭാഷകളിൽ ആരാധിക്കുന്നു. ഇവിടെ ഒരപ്പച്ചൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഒരപ്പച്ചൻ അന്യഭാഷകളിൽ ആരാധിക്കുന്നു. വേറൊരു അമ്മച്ചി ഇവിടെ വ്യാഖ്യാനിക്കുന്നു. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേചനത്തിന്റെയും വിവിധ ഭാഷകളുടെയും അത്ഭുതങ്ങളുടെയും വിശ്വാസത്തിന്റെയും വരങ്ങളാൽ എന്നെ നിറയ്ക്കണമെന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. വരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ നിറഞ്ഞും. എന്തിനാ ദൈവം തന്നിരിക്കുന്ന ഈ കൃപാവരങ്ങൾ തന്നിരിക്കുന്നതിന് വേണ്ടിയാ? ഇത് നമ്മളെ റൂട്ടഡ് ആക്കാൻ വേണ്ടിയാ. സ്ഥിരീകരണത്തിനായി തന്നിരിക്കുന്ന ആത്മീയ വരം. റോമർ 1:11, റോമാലേഖനം 15:4. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമുക്ക് ഉപദേശത്തിനായിട്ടും നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. റോമാലേഖനം 15:4 വായിച്ചത്. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നത് ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരത, ആശ്വാസം, പ്രത്യാശ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ സ്ഥിരത ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഥിരത ഉണ്ടാകാനാണ് ദൈവത്തിന്റെ വചനം വായിക്കേണ്ടത്. വായിക്കാതെ എങ്ങനെ ഗ്രഹിക്കാൻ നോക്കൂ? വായിക്കാതെ എങ്ങനെയാ നമ്മൾ ഗ്രഹിക്കുന്നത്? എങ്ങനെ അല്ലെ? ഷണ്ണം പറഞ്ഞ പോലെ നീ വായിക്കുന്ന വല്ലതും ഗ്രഹിക്കുന്നോ? നീ യോജന പറഞ്ഞ് പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? എന്തിനാ യോഗത്തിന് പോകേണ്ടത്? ദൈവനെ കേൾക്കാൻ വേണ്ടിയാ പോകേണ്ടത്. യോഗങ്ങളൊന്നും മുടക്കാതെ പോയി ദൈവവചനം കേൾക്കണം. ദൈവദാസനെ നല്ലത് കേൾക്കണം. അത് കേൾക്കണം, അത് നോട്ട് ചെയ്യണം, അത് ധ്യാനിക്കണം, അത് പഠിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ സ്ഥിരത ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കണം, അത് ധ്യാനിക്കണം, അത് പഠിക്കണം. അത് വചനം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ആശ്വാസത്തിനും നമുക്ക് സ്ഥിരത ഉളവാക്കുവാനും പ്രത്യാശ നൽകുവാനുമാണ് വചനം തന്നിരിക്കുന്നത്. വചനത്താൽ ഉളവാകുന്ന സ്ഥിരത. ഒരു ചിന്തയോടെ പറഞ്ഞിട്ടിരിക്കാം. ജെയിംസ്, യാക്കോബ് 1:3. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. യാക്കോബിന്റെ ലേഖനം 1-3 നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ പറയാനൊക്കും? പരിശോധനയാൽ, വിശ്വാസത്തിന്റെ പരിശോധനയാൽ ഉളവാകുന്ന സ്ഥിരത. എന്തിനാ പരിശോധന എന്നത്? നമുക്ക് നമ്മുടെ സ്ഥിരപ്പെടുത്താനാണ്. അത് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടുന്നത്. നിന്നെ തകർക്കുവാനോ അല്ല, നിന്നെ മുടിക്കുവാനല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് പൊന്നാക്കുവാൻ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നമ്മെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഞാൻ നിങ്ങളൊക്കെ ചോദിക്കട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ രുചിച്ചറിഞ്ഞത് നിങ്ങളുടെ സന്തോഷത്തിലാണോ നിങ്ങളുടെ പ്രതിസന്ധിയിലാണോ? ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരുതലും നിങ്ങൾ അനുഭവിച്ചത് നിങ്ങളുടെ സമൃദ്ധിയിലാണോ നിങ്ങളുടെ ഇല്ലായ്മയിലാണോ? നിങ്ങളുടെ ആരോഗ്യത്തിലാണോ നിങ്ങളുടെ ബലഹീനതയിലാണോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ രുചിച്ചറിയുന്നത് നമ്മുടെ പ്രതിസന്ധിയിലാ. അത് നമ്മളെ തകർക്കാനല്ല. ഇയ്യോബ് പറയുക, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, ഞാൻ കഷ്ടതയിലായത് ഗുണമായി.
വല്ലതും പിടി കിട്ടിയോ തോന്നുന്നു? പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഓളങ്ങൾ, തിരമാലകൾ, ജീവിതപ്പടകൾ, ആത്മീയ ജീവിതത്തിൽ നമ്മൾക്ക് നേരിടുന്നത് നമ്മളെ പരിശോധനയിൽ ഉളവാക്കുന്ന സ്ഥിരതയിൽ നമ്മളെ ഉറപ്പാക്കാൻ വേണ്ടിയാ, സ്ഥിരീകരണത്തിന് വേണ്ടിയാ പരിശോധനകൾ നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ ഞാൻ ചുരുക്കുക. ഈ വചനം കേട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമായി തീരണം. സ്ഥിരത, കൊടുക്കുന്നതിൽ സ്ഥിരത, ആരാധിക്കുന്നതിൽ സ്ഥിരത, പ്രാർത്ഥിക്കുന്നതിൽ സ്ഥിരത, ആത്മീയ പോരാട്ടത്തിൽ സ്ഥിരത, ദൈവത്തെ പിൻപറ്റുന്നതിൽ സ്ഥിരത, സുവിശേഷത്തിൽ സ്ഥിരത, എല്ലാം ഉണ്ട്. വല്ലപ്പോഴും അവസരവും ചാൻസും കിട്ടുന്നതന്നെ എല്ലാം ഒത്തുവന്നാ ചെയ്യുന്ന കാര്യമൊന്നുമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഏതെല്ലാം കാര്യങ്ങൾ സ്ഥിരത വേണം? വിശ്വാസത്തിൽ സ്ഥിരത വേണം, ഓട്ടത്തിൽ സ്ഥിരത വേണം, പ്രത്യാശയിൽ സ്ഥിരത വേണം, വചനത്തിൽ സ്ഥിരത വേണം, പ്രാർത്ഥനയിൽ സ്ഥിരത വേണം. എങ്ങനെ സ്ഥിരത കിട്ടും? 4 കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്താൽ ഉളവാകുന്ന സ്ഥിരത, ആത്മീയ വരങ്ങളാൽ ഉളവാകുന്ന സ്ഥിരത, തിരുവചനത്താൽ ഉളവാകുന്ന സ്ഥിരത, വിശ്വാസത്തിന്റെ പരിശോധനയാൽ ഉളവാകുന്ന സ്ഥിരത. ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരതയോടെ മുന്നേറുവാൻ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാക്കിയിരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോന്മാരോടും എന്നെ ശ്രദ്ധിച്ചതായ എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവമക്കളോടും ഹൃദയംഗമായ സ്നേഹവും വന്ദനവും നന്ദി അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരതയോടെ മുന്നേറുവാൻ ഈ വചനം ഉതകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബവും ആവശ്യപ്പെടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.